മാതാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇറങ്ങിയ റെട്രോ സിനിമയുടെ ട്രെയിലർ ഡീകോഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഡീകോഡിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇത് ഞാൻ പറയുന്ന എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല, കാരണം കാർത്തി സുബരാജ് വന്നതിനോട് കഥയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രെയിലർ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയ്ക്കത്തെ ആ ഒരു വില്ലൻ പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗോടാണ് ഈ ഒരു ട്രെയിലർ തുടങ്ങുന്നത്. അതായത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാൻ്റെ ബിരിയാണി റെഡി ആകും എന്നുള്ള രീതിക്കത്തെ ഒരു ഡയലോഗോടാണ് തുടങ്ങുന്നത്. ആ ഒരു ബിരിയാണി റെഡി ആകുന്നതിന് വരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുമെന്ന് പറയുമ്പോൾ സൂര്യ ഇങ്ങനെ ജയറാമിനോട് ചോദിക്കണം, എന്നാൽ നമുക്ക് കാണിക്കാമല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവിടെ ഒരു വലിയൊരു ഫൈറ്റ് ആണ് നടക്കുന്നത്. ആ ഫൈറ്റ് ആണ് നമ്മൾ പിന്നീട് ഇതിന്റെ ഒരു ട്രെയിലറിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഫൈറ്റ്. ആ ഒരു സെയിം ജാക്കറ്റ് ഇട്ടുകൊണ്ടുള്ള ഒരു ഫൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഫൈറ്റിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ട്രെയിലറിൽ ലാസ്റ്റിനകത്ത് അവിടെ ഒരു മങ്ങ മൂലക്കായിട്ടാണെങ്കിൽ ഈ ഒരു മാനിനെ തൂക്കിയിട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് ഈ മാൻ ശരിക്കും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇവർ അതിനെ കറി വെക്കുന്ന സംഭവമൊക്കെ സത്യമായിരുന്നു. കാരണം അതിൻ്റെ താഴെയാണെങ്കിൽ ക്യാബേജ് ആണോ കോളിഫ്ലവർ ആണോ അതുപോലെ പച്ചക്കറികളും ഒക്കെ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരോടൊക്കെയാണ് ഫൈറ്റ് നടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്വാസികയെ കാണുന്നുണ്ട് ഇതിനകത്ത്. സ്വാസികയുടെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതിൻ്റെ ട്രെയിലറിനകത്താണെങ്കിലും ആണ് നമ്മൾ ആകെ സ്വാസികയെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ആരൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ കാസ്റ്റൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പുറത്ത് വിട്ടതിനകത്ത് പോസ്റ്ററിനകത്തൊന്നും സ്വാസികയുടെ പോസ്റ്റർ ഇല്ലായിരുന്നു. അപ്പോഴും നമുക്ക് ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. പിന്നെ ഇന്ന് ഓഡിയോ ലോഞ്ചിന് ഇന്നലെ സ്വാസിക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്ന പറഞ്ഞാൽ സ്വാസികയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു പഴയ രീതിക്കത്തെ ഒരു ലുക്കാണ് കാണിക്കുന്നത്. ഒരു കാറിനകത്തിരിക്കുന്ന ഒരു ലുക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കാർ കാണുമ്പം നമ്മൾ ഈ ട്രെയിലറിനകത്ത് വേറൊരു സംഭവം ജോജു ജോർജ് ആണെങ്കിൽ ജയറാമിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. കാറിൽ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട്. അപ്പം ജോജു ജോർജ് ഇരിക്കുന്ന ആ ഒരു കാറിലെയും ഈ കാറിന്റെ അപ്പിയറൻസ് ഒക്കെ ഏകദേശം ഒരു സെയിം ലെവലിലുള്ള ഒരു അപ്പിയറൻസ് ആണ്. പിന്നെ ഈ സ്വാസിക ഇരിക്കുന്ന സമയത്ത് നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഫേസ് ആണെങ്കിൽ ഒരു എന്തോ ഒരു ടെൻഷനായിട്ട് അല്ലെ ഒരു സങ്കടത്തോടാണ് ഇരിക്കുന്നത്. അടുത്ത ഒരു സീന് കാണിക്കുന്ന പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാസികയാണെങ്കിൽ ചിലപ്പം നമ്മുടെ ജോജു ജോർജിന്റെ വൈഫായിട്ട് വരും. അതാകുമ്പോൾ സൂര്യയുടെ അമ്മയായിട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം കുഞ്ഞിനെ പരിശോധിക്കുന്ന ഒന്നെങ്കിൽ ഈ കുഞ്ഞ് ഒന്നെങ്കിൽ സൂര്യയുടെ ചെറുപ്പമായിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ പൂജ ഹെഗ്ഡെയ്ക്കും സൂര്യയ്ക്കും ഉണ്ടാകുന്ന ഒരു കുഞ്ഞിൻ്റെ ചെറുപ്പമായിരിക്കും ഈ കാണിക്കുന്നത്. അതിലൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കാണിക്കുന്ന കുറച്ച് ആൾക്കാർ, ഒരു ആളുടെ കീഴിൽ ജോലി എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ പേടിച്ച് താഴെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെന്തോ ഭയങ്കരമായിട്ട് പേടിച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിലോട്ട് നോക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ മുഖത്തിന് ഇവിടെയൊക്കെ ഓരോ പാടുകളുണ്ട്. ആ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടി കിട്ടി ചോര വന്ന പാടല്ല, കുറച്ച് നാളായിട്ട് അടി കിട്ടി പാട് വന്ന് അത് ഉണങ്ങിയ പാടുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സീനിനെ കണക്ട് ചെയ്തുള്ള ഇതിന്റെ ബാക്കി സീൻ കാണിക്കുന്നത് ട്രെയിലർ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാസർ ആണെങ്കിൽ ഡബിൾ ബാരൽ ആ ഒരു ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് ഷൂട്ട് ചെയ്യാൻ നേരം ആണെങ്കിൽ അവിടെ ഇരിക്കുന്നവരെല്ലാവരും അയ്യോ എന്നുള്ള രീതിക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ആരോ ഒരാളെയാണ് ഈ പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. ഈ നമ്മുടെ നാസറിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല രീതിക്ക് പൈസയൊക്കെ ഉള്ള ഒരു വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിട്ടുള്ള ഒരു രീതിക്കാണ് തോന്നുന്നു കാണിക്കുന്നത്. ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെയാണ് ഇങ്ങനെ കൊല്ലിനായിട്ടുള്ള രീതിക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ആ ഒരു ഇരിക്കുന്ന കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല ജോലി ചെയ്ത്, ആ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മഹാൻ സിനിമയ്ക്കകത്തെ വിക്രത്തിന്റെ കൂട്ടുകാരനായിട്ട് വരുന്ന ആ ഒരു പുള്ളിക്കാരൻ, ആ ഒരു പിച്ചക്കാരനായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്ത പുള്ളിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജിഗർദണ്ഡ XX എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ലോറൻസ് ഇൻട്രോയിൽ വന്നാണെങ്കിൽ മെയിനായിട്ടുള്ള ഒരു താടിക്കാരനെ ഇടിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനെ അവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാപ്പാൻ സിനിമയ്ക്കകത്തെ സൂര്യയുടെ ആ ഒരു സമുദ്രക്കനിയെ ചതിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഇത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാം. ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫൈറ്റാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു സൂര്യയുടെ ഒക്കെ ഒരു ഗ്യാങ്, ആ ഒരു ഓറഞ്ച് കളറിലെ ഡ്രസ്സ് ഇട്ടുള്ള ഗ്യാങ്ങും ബ്ലാക്ക് കളറിലെ ഡ്രസ്സ് ഇട്ടുള്ള ഗ്യാങ്ങും തമ്മിലാണ് എപ്പോഴും ഫൈറ്റ് നടക്കുന്നത്. അപ്പം ഈ ബ്ലാക്ക് കളറിലെ ഡ്രസ്സ് ഇട്ടുള്ള ഗ്യാങ്ങിനകത്ത് മുമ്പേ കണ്ട ആ ഒരു 2 പേര് ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു ജിഗർദണ്ഡ XXനകത്തെയും മഹാനകത്തെയും അവർ 2 പേരും ഉണ്ട്. പക്ഷേ അതിൽ ഇവരുടെ ബിയർഡൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാലത്തിലൂടെ ഇവരുടെ ബിയർഡൊക്കെ നല്ലതായിട്ട് കുറച്ച് പ്രായമായിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാകും അത് ഫ്ലാഷ് ബാക്ക് സീനും ഇതാണെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ള സീനും ഒന്ന് മനസ്സിലാകും. അപ്പോൾ സൂര്യക്കെതിരായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം നാസറിൻ്റെ ഒക്കെ കൂടെ അവരിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നാസറും സൂര്യയൊക്കെ എതിരാന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മൾ വിക്രം സിനിമയ്ക്കകത്താണെങ്കിൽ ഒരു മലയാളി, അതായത് നമ്മുടെ RDXനകത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരന് ഇവരുടെ ഒരു ഗ്യാങ്ങിലുണ്ട്, ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടുള്ള ആ ഒരു ഗ്യാങ്ങിലുണ്ട്. ആ പുള്ളിക്കാരനെ നമ്മളെ ഇതിനകത്തൊരു സീനിൽ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ ഇതിനകത്ത് മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു വില്ലൻ റോൾ ചെയ്തിട്ടുള്ള ഒരു പുള്ളിയാണ്. നമ്മൾ ആ ഒരു ടൈറ്റിൽ ടീസറിനകത്ത് കണ്ടാണ് ഇങ്ങനെ ഒത്തിരി ഷോർട്ടായിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ കാണിക്കുക. പുള്ളിക്കാരൻ്റെ നേതൃത്വത്തിലാണ് ഇതിനകത്ത് ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഇത് 2 പേര് തമ്മിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ 2 മുട്ടനാടിനെ തമ്മിൽ ഇടിച്ച് ചോര വരുന്ന കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞില്ല. കറക്റ്റ് ആ ഒരു
സ്വഭാവമുള്ള ഒരാളാണ് ഈ പുള്ളിക്കാരൻ അത് കണ്ട് ഭയങ്കര ഫീലാണ് പുള്ളിക്ക്. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് തോറ്റു പോകുന്നതിൽ ഒരാളെ പുള്ളി സെലക്ട് ചെയ്യും. തോറ്റു പോകുന്നതിൽ ഒരാളെ പുള്ളി സെലക്ട് ചെയ്തിട്ട് പുള്ളി കൊല്ലും. അപ്പോൾ ആ ഒരു സംഭവം ട്രെയിലറിലാണെങ്കിൽ ഇങ്ങനെ പസിൽസ് പോലെ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ കണക്ട് ചെയ്താണ് ഈ പറയുന്നത്. കറക്റ്റ് ട്രെയിലർ പോകുന്ന അതേ ഓർഡറിലല്ല പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പുള്ളിയാണ് ഒരുത്തൻ്റെ കാലി വലിച്ചുകൊണ്ട് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു അമ്പി ഇങ്ങനെ തീയൊക്കെ കത്തിച്ച് ഒരു നല്ല താടിയുള്ള പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണെങ്കിൽ അമ്പി ചെയ്യാൻ പോകുന്നൊരു സീൻ കാണിക്കുന്നത്. ആ അമ്പി ചെയ്യാൻ പോകുന്ന സീൻ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ബാക്ക് വശമാണ് ഫുള്ളാണെങ്കിൽ ഒരു മുണ്ട് ഇങ്ങനെ കെട്ടി അതിൽ നനഞ്ഞിരിപ്പുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും അതിനകത്ത് പെട്രോൾ വല്ലതും വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാളെ കൊല്ലുന്നൊരു സീനാണ് കാണിക്കുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. ഇത് ഒരു ട്രെയിൻ ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ട്രെയിൻ ഫൈറ്റ് സീനിലാണെങ്കിൽ ഒരു പയ്യൻ ഒരു 18 വയസ്സൊക്കെ ഉള്ള ഒരു പയ്യൻ ഒരു 30-35 വയസ്സുള്ള ഒരാളെ അടിക്കുന്ന ഒരു സീൻ, അല്ലെങ്കിൽ ഒരു ഫൈറ്റാണ് കാണിക്കുന്നത്. പക്ഷെ ആ പയ്യനാണ് ആളെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 30-35 വയസ്സുള്ള ആൾ അടി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഈ റെട്രോയുടെ ടൈറ്റിൽ ടീസറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയൊരു ഷോട്ട് ഉണ്ട്. നമ്മുടെ ജോജു ജോർജ് ആണെങ്കിൽ ട്രെയിനിനകത്ത് വെച്ച് സിഗരറ്റ് കത്തിക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ സിഗരറ്റ് കത്തിക്കുമ്പോൾ ജോജു ജോർജ് നോക്കുന്ന ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിക്കുള്ള ഒരു എക്സ്പ്രഷനിലാണ് ജോജു ജോർജ് നോക്കുന്നത്. അപ്പോൾ ജോജു ജോർജ് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെയാണ് ജോജു ജോർജ് നോക്കുന്നത്. ഇവൻ ഈ ഒരു പ്രായത്തിൽ ഇത്രയും പ്രായമുള്ള ഒരാളെ അടിക്കുന്നല്ലോ എന്നുള്ള രീതിക്കാണ് പുള്ളി നോക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഒന്നെങ്കിൽ ഇത് സൂര്യയുടെ ഒരു ചെറുപ്പമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് വന്നത് ഒന്നെങ്കിൽ സൂര്യയെ ജോജു ജോർജ് ഇങ്ങനെ പുള്ളിയുടെ മകനല്ല അടുത്ത് വളർത്തുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം. എന്തായാലും സൂര്യയുടെ ചെറുപ്പമാണെന്നാണ് എനിക്ക് കണ്ടിട്ട് കറക്റ്റായിട്ട് തോന്നുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശ് രാജിന്റെ കാര്യമാണ്. പ്രകാശ് രാജ് ഈ സിനിമയ്ക്കകത്ത് ഒരു അമേച്ചറായിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സിനിമയിലാണെങ്കിൽ അമേച്ചർ എന്നുള്ളൊരു വേർഡ് ആണെങ്കിൽ നമ്മുടെ ഇത് സെൻസർ ചെയ്തപ്പോൾ അവർ കട്ട് ചെയ്തിട്ടുണ്ട്, മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തമിഴിലെ ഒരു വലിയൊരു പാർട്ടിയിലൊരു അതായത് മന്ത്രി, മുഖ്യമന്ത്രി അതുപോലത്തെ എന്തോ ഒരു ലെവൽ വരുന്നൊരു സാധനമാണിത്. അപ്പം നമ്മുടെ പ്രകാശ് രാജാണ് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇതിൽ ഇത്ര നേരം മാസമായിട്ട് നിൽക്കുന്ന ജോജു ജോർജ് ആണെങ്കിൽ പ്രകാശ് രാജിൻ്റെ അടുത്ത് വരുമ്പോൾ തല കുനിച്ചും തല താഴ്ത്തിയും, പിന്നെ ട്രെയിലറിനകത്താണെങ്കിൽ പൊയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ പുള്ളി ഇങ്ങനെ അടിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ് രാജ് ഒരു ഗോഡ് ഫാദർ പോലാണ് നമ്മുടെ ജോജു ജോർജ്. അപ്പോൾ ജോജു ജോർജ് പണ്ട് മുതലേ ഈ പ്രകാശ് രാജിന് വേണ്ടി ആയിരിക്കാം ആൾക്കാരെ കൊല്ലുന്നതും എടുക്കുന്നതും ഒക്കെ. അത് നമ്മൾ ടൈറ്റിൽ ടീസറിനകത്ത് കാണിക്കുന്നുണ്ട്. ജോജു ജോർജ് ആണെങ്കിൽ പണ്ടത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഒരു ക്രൂവലായിട്ടുള്ള വില്ലത്തരം കാണിച്ച്. അപ്പം ഈ പുള്ളിക്കാരൻ അമേച്ചറാകാൻ ജോജു ജോർജ് ഒരു കാരണമായിരിക്കാം, ജോജു ജോർജ് ഇത്തരം വളരാൻ പുള്ളി ഒരു കാരണമായിരിക്കാം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നത്, അത് പ്രശ്നം വരുന്ന ചിലപ്പം സൂര്യ ഈ ഒരു പ്രകാശ് രാജിനെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വരുമ്പോഴായിരിക്കാം ജോജു ജോർജിന്റെ വായ അടഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ വേറൊരു സീൻ അതൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഈ ജോജു ജോർജ് ആണെങ്കിൽ ഒരു വെള്ള ഷർട്ട് ഇട്ട് ഒരാളെ കഴുത്ത് ഇങ്ങനെ വെട്ടുന്നൊരു സീനുണ്ട്. അപ്പോൾ ചോര തെറിക്കുന്നത്. ശരിക്കും ഈ ഒരു ട്രെയിലറിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ള ഷർട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രകാശ് രാജാണ്. അപ്പം പിന്നെ കാണുന്നത് ജയറാം മറ്റു സീനിൽ ഒരു വെള്ള ഷർട്ട് ഇട്ടേ കാണുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ജോജു ജോർജ് ആണെങ്കിൽ പ്രകാശ് രാജിനെ കൊല്ലുന്ന പോലത്തെ ഒരു സീനാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. കാരണം എന്തോ ഒരു കാര്യം വന്ന് ഒത്തിരി സഹിയിട്ട് പുള്ളി ലാസ്റ്റ് അങ്ങനെ കൊല്ലുന്ന രീതിക്കാണ് തോന്നുന്നു കാണിക്കുന്നത്. ഇത് എനിക്ക് തോന്നിയ കാര്യമാണ്. ഇത് അത്ര ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നുള്ള ഒരു കാര്യം, കറക്റ്റ് നമ്മൾ റെട്രോയുടെ ടൈറ്റിൽ ടീസറിൽ കണ്ടത് പുള്ളിക്കാരൻ പ്രോമിസ് കൊടുക്കണേ, ഭയങ്കര നല്ല മനുഷ്യൻ അല്ലെ, ഭയങ്കര റൗഡിയായിട്ടുള്ള ഒരാൾ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് അവരുടെ ആ ഒരു പെണ്ണിന് വേണ്ടി മാത്രം ജീവിക്കുന്നുള്ള രീതിക്കാണ് ടൈറ്റിൽ ടീസർ കാണിക്കുന്നത്. നേരെ തിരിച്ചുള്ള രീതിക്കാണ് കാണിക്കുന്നത്. ടീസർ കാണിക്കുന്നത് ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പുള്ളി വേറെ ആൾക്കാരായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സാധനമാണ് കാണിക്കുന്നത്. ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോമിസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ആ കൈ കെട്ടിയിരിക്കുന്ന ആ ഒരു സാധനം അതേപോലെ തന്നെ പുള്ളിയുടെ കയ്യിലുണ്ട്. അത് പുള്ളി മുറുക്ക പിടിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് വേറൊരു സംഭവമുണ്ട്. ഈ ഫൈറ്റ് നടക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ പൂജ ഹെഗ്ഡെ ആണെങ്കിൽ പുറകിൽ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട്, പേടിച്ച് നോക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് സൂര്യ ആണെങ്കിൽ പറയുന്നത്, എനിക്ക് സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെ എന്നെ കൊണ്ട് എത്തിയത് മാറാൻ പറ്റത്തില്ല. അടുത്ത് പറയാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്കൊരു രോമാഞ്ചം തരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. കാരണം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സൂര്യ ഒരു ഓഫീസ് പോലെ ഒരു സംഭവം നമ്മളിങ്ങനെ കയറി പോകുന്നതിനെ കാണിക്കുന്നുണ്ട്. കയറി പോകുമ്പോൾ പൂജ ഹെഗ്ഡെ ആണെങ്കിൽ സൈഡിലാണെങ്കിൽ ഒരു പട്ടിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ പട്ടിയെ എടുത്തുകൊണ്ട് പൂജ ഹെഗ്ഡെ നിൽക്കുന്ന ഒന്ന് നോട്ട് ചെയ്തോ. അപ്പം പുള്ളി അങ്ങോട്ട് കയറിയിട്ട് തിരിച്ച് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു ഗേറ്റ് ഇങ്ങനെ ആ ഒരു കഥ ഇങ്ങനെ തുറക്കുന്നതിന് ഭയങ്കര ദേഷ്യമാണ്. സൂര്യയുടെ കണ്ണ് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ദേഷ്യമായിട്ടാണ് സൂര്യ ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു ഇതങ്ങോട്ട് തുറന്നിട്ട് പുള്ളി ഇറങ്ങുമ്പോഴത്തേക്കും പുള്ളിയുടെ ഫേസ് മാറും. പെട്ടെന്ന് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഫേസ് വന്നിട്ട്
ആ അടുത്ത കാണിക്കുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ ഹെഗ്ഡെ നോക്കുന്ന സീനാണ്. പക്ഷെ അത് കട്ട് ചെയ്ത് ട്രെയിലർ കട്ട് ചെയ്യുന്നതിന് അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ പൂജ ഹെഗ്ഡെ കണ്ടുപിടിച്ചു സൂര്യയാണെങ്കിൽ വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടാമത് ഇതുപോലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇത് അതിന് മുമ്പത്തെ സീനാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കാർത്തി സുബ്ബരാജ് ആണ്. അവർക്ക് നമ്മൾ എല്ലാവർക്കും അറിയാം ഒരു തലൈവർ ഫാൻ എന്നറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കാർത്തി സുബ്ബരാജ് ആണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഭാഷയുടെ ഒരു റെഫറൻസ് ആണ് തോന്നുന്നു യൂസ് ചെയ്തിരിക്കുന്നത്. പൂജ ഹെഗ്ഡെ വെളിയിൽ നിന്നിട്ടുണ്ട്, സൂര്യ അകത്ത് കയറി ഒരാളെ വിരട്ടിയിട്ട് നൈസായിട്ട് പുറത്ത് വരുന്ന ഒരു സീനാണ് ഇത്. ഇതപ്പം പൂജ ഹെഗ്ഡെ ആ ഒരു സൂര്യ പൊക്കുന്നതിന് മുമ്പ്, അതായത് പുള്ളി പ്രോമിസ് കൊടുത്തിട്ടും അത് പാലിച്ചില്ല എന്നുള്ള രീതിക്ക് പൊക്കുന്നതിന് മുമ്പത്തെ ഒരു സീനായിരിക്കും ഇത്. ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം ഒരു പസിൽ രീതിക്കായിരിക്കും കിടക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ഇത് കണക്ട് ചെയ്താണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞത് പൂജ ഹെഗ്ഡെ ഒരു പട്ടി എടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് സൂര്യ ആണെങ്കിൽ ട്രെയിലറിൽ ആദ്യം കാണിക്കുന്ന ഒരു ബൈക്ക് ഇങ്ങനെ കറക്കുന്നൊരു സീനുണ്ട്. എന്നിട്ട് സൂര്യയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചേച്ചിയാണെങ്കിൽ ഒരു ആടിനെ എടുത്തോണ്ട് നിൽക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ച് പൂജ ഹെഗ്ഡെ കാണിക്കുമ്പോൾ എല്ലാം ആടും കോഴിയും പശു ഇതുപോലത്തെ സാധനമല്ലോ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് പൂജ ഹെഗ്ഡെ ഒരു ഡോക്ടറാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം പൂജ ഹെഗ്ഡെ പറയുന്ന ഒരു സീനുണ്ട്, നീ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് പാരി എന്നിങ്ങനെ പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ അത് പറയാൻ നേരം പൂജ ഹെഗ്ഡെയുടെ കൈയുടെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് ഒരു നമ്മുടെ സ്റ്റെതസ്കോപ്പ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ തലയുടെ മേളിലായിട്ട് മാനിൻ്റെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ ഒരു പടം കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൂജ ഹെഗ്ഡെ ഒരു മൃഗ ഡോക്ടർ ആകാൻ സാധ്യതയുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പം അങ്ങനെ ഒരു ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ഓർഡറിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു ജയിൽ സീൻ കാണിക്കുവാണെങ്കിൽ കറക്റ്റ് ഫുൾ ജയിൽ സീൻ ആ ഒരു സംഭവം ഫുൾ ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. അതായത് ട്രെയിലർ വന്നിരിക്കുന്ന ഓർഡറിലല്ല പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യയാണെങ്കിൽ തിരിച്ച് നടക്കുന്നത്, അതായത് ജയിലിലോട്ട് തിരിച്ച് നടന്നു വരുന്ന ഒരു സീനുണ്ട്. കുറച്ച് താടി മുടിയൊക്കെ വളർത്തി നല്ല രീതിക്ക് വളർത്തിയിട്ടാണ് നടന്നു വരുന്നത്. നമ്മൾ ആ കണ്ണാടി പൂവിലെ അതേ ലുക്കിലാണ് പുള്ളി വരുന്നത്. അപ്പോൾ പുള്ളി വരുന്നതിന് പുള്ളിയുടെ തൊട്ട് ബാക്കിൽ രണ്ടുപേര് സൂര്യ നോക്കി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പേര് വിളിച്ച് നടന്നു വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അവർ ശരിക്കും സൂര്യയുടെ കൂടെ ഫുൾ ടൈം നടക്കുന്ന രണ്ട് കഷ്ണിയുള്ള രണ്ടുപേരാണ് ആ കാണിക്കുന്നത്. അപ്പോൾ അവർ ജയിലിലുള്ള സൂര്യയുടെ അടുത്ത് വന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞ് അത് കേട്ടിട്ടാണ് സൂര്യക്ക് വിഷമിച്ച് പുള്ളി തിരിച്ച് നടന്നു പോകുന്നത്. ഒന്നെങ്കിൽ അത് പൂജ ഹെഗ്ഡെക്ക് എന്തെങ്കിലും പറ്റിയാൽ പൂജ ഹെഗ്ഡെ പിണങ്ങിപ്പോയി അങ്ങനത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും. പുള്ളി വാക്ക് കൊടുത്തിട്ട് ആരെങ്കിലും കൊന്നിട്ടായിരിക്കും ചിലപ്പോൾ ജയിലിൽ വന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും പൂജ ഹെഗ്ഡെ അങ്ങനെ പോയത്. പിന്നെ ആണെങ്കിൽ ഇതിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ പോകുന്നത് ആ ഒരു നമ്മുടെ കണ്ണാടി പൂ എന്നുള്ളൊരു സോങ് ആയിരിക്കാം. അത് ഹൈ ചാൻസ് ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം, അതായത് പുള്ളി ജയിലിൽ പോയതേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അന്നേരം ഹെയറും ബിയേഡ് ഒത്തിരി ഇല്ല. പുള്ളിയുടെ ബാക്കിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ ഒത്തിരി ഹെയർ ഇല്ല, ഇങ്ങനെ താഴോട്ട് വളർന്നൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് നമുക്ക് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഒരു പോലീസുകാരൻ വരുന്നത്, ഒരു SI വരുന്നത്. SI വന്നിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയാണെങ്കിൽ സല്യൂട്ട് ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെല്ലാം ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര പേടിച്ച് നിൽക്കുന്നുണ്ട്. ശരിക്കും അത് ബഹുമാനത്തോടു കൂടി നിൽക്കുന്നതല്ല കാണിക്കുന്നത്, അവർ പേടിയാണ് കാണിക്കുന്നത്. പിന്നെ സൂര്യക്ക് ആ ഒരു ജയിലിനകത്ത് തന്നെയാണ് കുറേ ഗ്യാങ് ഉള്ളതായിട്ടും നമ്മൾ ഈ ഒരു ട്രെയിലറിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ജയിലിനകത്തും പുള്ളി ഒരു അത്ര പവർ ഉള്ള ഒരാളാണെന്നാണ് ഈ ഒരു ട്രെയിലറിനകത്ത് ഈ ഒരു ഭാഗം കാണിക്കുവാനൊക്കെ വ്യക്തമാകുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ് ആ ജയിൽ ഫൈറ്റ് സീനിനകത്താണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും സൂര്യ ഇങ്ങനെ ഒരു കമ്പി പിടിച്ചിട്ട് തൊഴിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനകത്താണ് പുള്ളിയുടെ കാല് ഫുള്ള് ബ്ലഡാണ്. ആ ബ്ലഡ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ തൊഴിച്ച് ഒരാളെ അടിച്ചിട്ട് ഉണ്ടായ ബ്ലഡ് അല്ല, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ കാലിൽ വരുന്ന ബ്ലഡാണ്. നമുക്കറിയാം പോലീസ് സ്റ്റേഷനിലൊക്കെ പോലീസുകാർ കെട്ടിയിട്ടിട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നൊരു മുറിവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ സൂര്യയുടെ ദേഹത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മനസ്സിലാവും കണ്ണാടിപ്പൂ എന്ന് പറയുന്ന സോങ്ങിനകത്ത് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. സൂര്യ ഇങ്ങനെ നിന്നിട്ട് സൈഡിലോട്ട് ഇങ്ങനെ ചരിയുമ്പോൾ ഒരു വയ്യാഴിക ഫീല് നമുക്ക് തോന്നും. അപ്പം പുള്ളിക്കാരൻ്റെ കാല് കുറച്ച് അടി കിട്ടിയിട്ടുള്ള രീതിക്കാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, പുള്ളിക്കാരൻ ഒരു കോൺസ്റ്റബിളിനെ എടുത്തിട്ട് ഇടിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതും ആ ഒരു ഡ്രസ്സിൽ പുള്ളി എടുത്തിട്ട് ഇടിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. നമ്മളിത് കാണാൻ മനസ്സിലാകുന്നത് പുള്ളിയുടെ ക്യാരക്ടർ അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം പോലീസുകാർ ഇടിച്ചാലും ഒരു കുന്തോ ഇല്ലെന്നുള്ള രീതിക്കത്തെ ഒരു ക്യാരക്ടറാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ കാണിക്കുന്നത് സൂര്യയാണെങ്കിൽ ലോങ് ഹെയർ ആയിട്ട് ഇറങ്ങി, അതായത് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞുള്ള സീനാണ് കാണിക്കുന്നത്. ഒരു മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ടുള്ള ഒരു കിഡിലിനൊരു ഫൈറ്റ് സീനാണ് പിന്നെ കാണിക്കുന്നത്. അപ്പം ഈ ഫൈറ്റ് നടക്കുന്നത് രണ്ടുപേരെ അടിക്കുന്നത് രണ്ട് കയ്യിലും മറ്റേ നമ്മുടെ നെഞ്ചക്കൊണ്ട് രണ്ട് കയ്യിലും. നമുക്കറിയാം പേട്ട എന്ന സിനിമയ്ക്കകത്ത് നെഞ്ചക്കൊണ്ട് രജനീകാന്ത് കാണിച്ച ഒരു കാര്യമുണ്ട്, വേറെ റേഞ്ചിലുള്ള സംഭവമാണ്. അപ്പം ഇതിനകത്ത് രണ്ട് നെഞ്ചക്കാണ് കൈ വെച്ചിട്ടാണ് പുള്ളി ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ട് പേരെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളതിൽ ശരിക്കും രണ്ട് പേരായിരിക്കത്തില്ല, കാരണം പുറകിലൊരു വാനും ഇപ്പുറത്തൊരു ജീപ്പ് പോലത്തെ കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾ തന്നെ കാണും. അപ്പോൾ ഇത് ശരിക്കും പൂജ ഹെഗ്ഡെയുടെ ആ ഒരു
ജയിലിൽ വന്ന ഒരു കാര്യം പറയുന്നുണ്ട് അവരുടെ കൂട്ടുകാർ. അതെന്താണ് പറഞ്ഞത്, അത് പുള്ളിക്ക് വിഷമമായിട്ടുണ്ട്. ആ സംഭവം പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് തീർക്കുന്നതാണ്. അതെന്തായതാണ് അറിയാൻ വേണ്ടി തിരക്കി തീർക്കാൻ പോകുന്ന ഒരു സീനാണ് ആ കാണിക്കുന്നത്. പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ കാണിക്കുന്നത് ഇൻട്രോ ആണ്. അതായത് മറ്റേ നമ്മൾ ആ പറഞ്ഞ ആ ഒരു ഫൈറ്റ് നടത്തുന്ന ആ പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കൊന്നും അങ്ങോട്ട് ഫീൽ ആകുന്നില്ല. അത്രയും ഫൈറ്റ് കണ്ടിട്ട് ഫീൽ ആകുന്നില്ല. അപ്പം എന്ത് ചെയ്യും നിങ്ങളുടെ കൂട്ടത്തിൽ ആ വണ്ണം എന്ത് ചെയ്യും ചോദിക്കുമ്പം ആ ഒരു പിന്നെ സൂര്യാൻ്റെ ആ ഒരു ഇൻട്രോ ആണ് കാണിക്കുന്നത്. അത് ചിലപ്പം എനിക്ക് തോന്നുന്നില്ല സിനിമ തുടങ്ങുമ്പോൾ ഈ രീതിക്കായിരിക്കും ഇൻട്രോ കാണിക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സൂര്യാൻ്റെ ഒരു വോയിസ് ഓവർ പോകുന്നൊരു സംഭവമുണ്ട്. അവളാണെങ്കിൽ ഒരു ബുദ്ധനായിട്ടും ഞാനൊരു അറക്കനായിട്ടുമാണ് വന്നെന്നുള്ളൊരു രീതിക്ക് പറയുന്നൊരു സംഭവമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ പുള്ളി ജയിലിലിരുന്ന് ആരോടും ഈ കാര്യം പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഒന്നെങ്കിൽ അവിടെ ഇരുന്ന് പുള്ളി ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നതും ആകാം ചിലപ്പം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലൂടെ കറക്റ്റ് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ സിനിമ കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആൻഡമാനിലാണ്. അപ്പോൾ സൂര്യയൊക്കെ ആണെങ്കിൽ ആൻഡമാനിൽ ഒരു ഇതുപോലെ ആ ദ്വീപിൽ കൂടി ഇങ്ങനെ വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. വന്നിട്ട് ഇറങ്ങി ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരുന്നത്, കയ്യിൽ ബാഗൊക്കെ ആയിട്ട് നടന്നു വരുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വരുന്നതായിട്ടുള്ള രീതിക്കാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലാത്ത ജോജു ജോർജ് ഉള്ള സ്ഥലവും ഏകദേശം ആൻഡമാൻ തന്നെയാണ് കാണിക്കുന്നത്. അത് എനിക്കൊരു ഡൗട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സ്ഥലം, അതായത് ആ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് സൂര്യ ആ ഒരു കോസ്റ്റ്യൂമിൽ, അതായത് അവിടെ ഫൈറ്റ് നടക്കാൻ വിടുന്ന ആ ഒരു ഓറഞ്ച് കോസ്റ്റ്യൂമിലല്ലാതെ ലോക്കലായിട്ട് ഒരു ഷർട്ടും ഒരു കയ്യിൽ എടുത്തിട്ട് ഇരിക്കുന്നൊരു സാധനമാണ്. ഒരു കിടിലൊരു ഫ്രെയിമാണ്. ബാക്കിൽ 2 കൊമ്പൊക്കെ വരുന്ന രീതിക്ക് നമ്മൾ പേട്ടയിലെ തലൈവർ പറഞ്ഞ ഇനി സിറപ്പാണ് തരമാണ് സംഭവങ്ങളെ പാക്ക പോരെന്ന് പറയുന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗ് പുള്ളി പറയുന്നത് അത്രയും നേരം പുള്ളി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാത്ത ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന രീതിക്കാണ്. ആ ഇരിക്കുന്ന ഇരിപ്പ് ഒരു ചെറിയ ഫൈറ്റ് കഴിഞ്ഞുള്ള ഇരിപ്പ്. കാരണം സൂര്യയുടെ നെറ്റിയിലൂടെ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു ചന്ദ്രക്കാല പോലെ ഒരു പാടുമുണ്ട് ചോരയുടെ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയറാം ആണെങ്കിൽ ഇതുപോലെ കയ്യിലാണെങ്കിൽ കാളൂപ്പി, അവരുടെ കൂടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ കയ്യിലൊരു പഴയ റെട്രോ ടൈപ്പ് സ്റ്റൈലിൽ ഒരു റേഡിയോ, പിന്നെ കയ്യിൽ എനിക്ക് തോന്നുന്നു തേങ്ങയാന്ന് തോന്നുന്നു. നമുക്കറിയാം ഈ താലിയൊക്കെ കെട്ടുമ്പോൾ ഈ തേങ്ങയുടെയൊക്കെ മേളിൽ ഇതുപോലെ താലി ഇങ്ങനെ വെച്ച് എല്ലാവരും തൊട്ട് തൊഴുന്ന ഒരു സംഭവമൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അത്ര അറിയത്തില്ല. തമിഴ്നാട്ടിലെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. 6 സിനിമയ്ക്കകത്തൊക്കെ ഒരു പാട്ടിനകത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുൻപത്തെ ഒരു രാത്രി, ആ ഒരു രാത്രിയിൽ പൊതുവെ ആഘോഷിക്കുന്ന രീതിക്കായിരിക്കും ഈ ഒരു സംഭവം പറയുന്നത്. പക്ഷേ അതിനകത്ത് ജയറാം ഒരു കാര്യം പറയുന്നുണ്ട്, നാളെ ഊരേ കൈ തട്ടു എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ കല്യാണത്തിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഇവരാണെങ്കിൽ വലിയൊരു ആ ഒരു ഫൈറ്റിൻ്റെ അവർ എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിക്ക് ഒരു വലിയൊരു ഫൈറ്റ് നടക്കാൻ പോകും. അതിൽ സൂര്യൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ സന്തോഷിക്കുന്നതാകാം. ഇത് 2 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോജു ജോർജ് ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഡാഡി ഈസ് കമ്മിങ് എന്ന് ഇങ്ങനെ പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു സാധനമുണ്ട്, സൂര്യ ഒരാളെ ഇങ്ങനെ സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു സംഭവമുണ്ട്. ഈ സിഗരറ്റ് വലിച്ച് വരുന്ന സംഭവം നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ഗ്ലിംസിനകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സാധനം ഈ സിനിമയ്ക്കകത്തില്ല. പക്ഷേ ഇത് കാണുമ്പം ഈ സിനിമയ്ക്കകത്തുള്ള സീനാണ്. കാരണം ഇത് സൂര്യ ഒറ്റയ്ക്കാണ് സിഗരറ്റ് വലിച്ച് വരുന്നത്. അത് ബ്ലഡ് കിടക്കുന്ന ആ ടൈപ്പ് ഒക്കെ സെയിം ആണ്. ആ ഒരു ഗ്ലിംസിനകത്ത് കിടക്കുന്ന അതേ രീതിക്ക് കഴുത്തിലും കണ്ണിൻ്റെ ഈ ഭാഗത്തും ഒക്കെ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജോജു ജോർജ് ഇത് വില്ലനാണെങ്കിൽ സൂര്യ നടന്ന് വന്നിട്ട് വെടി വെക്കുന്നത് ജോജു ജോർജിനാണ്. ജോജു ജോർജിന് തീർത്തിട്ട് തിരിച്ച് നടന്നു വരുന്ന പോലത്തെ ഒരു സീനാണത്. അപ്പം നമുക്ക് ഇത് കണ്ടിട്ട് ഈ ഒരു രീതിക്കാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട്? ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയുക. ശരിക്കും ഞാനിവിടെ ട്രെയിലർ എൻ്റെ കട്ട്സ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് വേണം ഇത് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിലർ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യമായിട്ടുള്ളതായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ സിനിമ ഒരു വെറൈറ്റി സാധനമായിരിക്കും. എന്തായാലും അൽഫോൺസ് പുത്രൊക്കെയാണ് ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ വലിയൊരു വിജയമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. സൂര്യയുടെ കരിയറിൽ തന്നെ ഒരു വലിയൊരു തിരിച്ചുവരവ്, തമിഴ് സിനിമ കണ്ടതിൽ ഏറ്റവും വലിയൊരു തിരിച്ചുവരവാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മൾ ഈ പടത്തിന് ഫാൻ ഷോയ്ക്ക് പോകുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫാൻ ഷോ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ ഈ സിനിമയുടെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.